ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോ ഗാർഡൻ. പിന്നെന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന. അപ്പം നമുക്ക് പ്ലാന്റ്സ് കാണാവേ. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു വയലറ്റ് ജാസ്മിൻ. വയലറ്റ് ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട, എപ്പോഴും പൂക്കൾ പിടിക്കും. അപ്പം പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 റുപ്പീസ്, 25 രൂപയേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ തന്നെ വേര് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ്. പിന്നെയുള്ളത് ഈ ഒരു ലക്കി ബാമ്പു. ഈ ലക്കി ബാമ്പുവിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 35 റുപ്പീസ്. നമുക്ക് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ചേർന്നത്, പിന്നെ ഡാർക്ക് ഗ്രീനും വൈറ്റും കൂടി ചേർന്നത്, ഈ രണ്ട് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 35 റുപ്പീസ്. പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. വലിയ പ്ലാന്റാണ്, 70 റുപ്പീസിന്. പിന്നെയുള്ളത് ഈ ഒരു ഗ്രീൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് 60 റുപ്പീസ്. ഇത് അഗ്ലോണിമ ഐസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. ഇത് അഗ്ലോണിമ ബട്ടർഫ്ലൈ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 80 റുപ്പീസ്. 80. പിന്നെയുള്ളത് 60 റുപ്പീസിൻ്റെ ഈ ഒരു അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി. ഇത് നാരോ ലീഫാണ് കേട്ടോ, അധികം വീതിയൊന്നും വെക്കത്തില്ല ലീഫിന്. ഇതിൻ്റെ തണ്ടെന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. ഇത് 60 റുപ്പീസിൻ്റെ തന്നെ. ഇത് നല്ല ലൈറ്റ് ഗ്രീനിൽ അറ്റത്തായിട്ട് ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് തെച്ചി, ചുവന്ന പൂ പിടിക്കുന്ന തെച്ചി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്, 50 രൂപ. പിന്നെയുള്ളത് നിക്കോഡിയ. നിക്കോഡിയയുടെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. ഇത് നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം, നല്ല ആവശ്യത്തിന് വെള്ളം കൊടുക്കണം. നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഒരുപാട് പിടിക്കും. ഇടയ്ക്കൊന്ന് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇത് ലോറ പെറ്റാൽ. ലോറ പെറ്റാലത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 റുപ്പീസ്. നിക്കോഡിയ 70 റുപ്പീസ് കേട്ടോ. ഈ ലോറ പെറ്റാലവും നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം, നന്നായിട്ട് വെള്ളം കൊടുക്കണം കേട്ടോ. വേനൽക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇത് വെള്ളം കിട്ടിയില്ലേ കരിഞ്ഞു പോകും. നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തുവാണെങ്കിലും വെള്ളം കിട്ടിയില്ലേ കരിഞ്ഞു പോകും. ഇത് മെലസ്ട്രോമ. മെലസ്ട്രോമയുടെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. മെലസ്ട്രോമയെ നല്ല വെയിലുള്ള ഭാഗത്താണ് നിർത്തേണ്ടത്. നമുക്ക് ചട്ടിയിലോ മണ്ണിലോ വളർത്താം. മണ്ണിൽ വളർത്തുവാണെങ്കിൽ നന്നായിട്ട് ഹൈറ്റ് വയ്ക്കും. ഇത് നല്ല വയലറ്റ് കളർ ഫ്ലവർ പിടിക്കുന്ന മെലസ്ട്രോമയുടെ പ്രൈസ് എന്ന് പറയുന്നത് 45 രൂപ, 45 റുപ്പീസ്. ഇടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെയുള്ളത് മിനിയേച്ചർ റോസ്. ഡാർക്ക് പിങ്ക് കളർ ഫ്ലവർ പിടിക്കുന്ന മിനിയേച്ചർ റോസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 റുപ്പീസ്, 65. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. പിന്നെയുള്ളത് പെഡിലാന്തസ്. ഇതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. ഇത് ഒരു ലീഫി പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. ഇത് പണ്ട് മുതലുള്ള ചെടിയാണെങ്കിലും നമുക്ക് ഒരുപാട് ചട്ടികളിൽ ഇങ്ങനെ നിരത്തി വെക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട്. അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 30 റുപ്പീസ്. എല്ലാവരുടെയും കൈകളിൽ കാണും, എന്നാലും ഇല്ലാത്തവർക്ക് വാങ്ങിക്കാം. 30 റുപ്പീസ് അല്ലേ ഉള്ളൂ. ഇത് സിങ്കോണിയം, 10 റുപ്പീസ്. പിന്നെ ഇതുള്ളത് സ്നേക്ക് പ്ലാന്റ് വെരിഗേറ്റഡ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. ഇതിൻ്റെ ലീഫ് വെച്ചാലൊന്നും നമുക്കങ്ങനെ ഈ ഒരു വെരിഗേറ്റഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ലീഫ് വെച്ചാലും നമുക്ക് നാടൻ സ്നേക്ക് പ്ലാന്റേ കിട്ടത്തുള്ളൂ. നമ്മളിവിടെ വെച്ച് നോക്കിയിട്ടുണ്ട്, നടന്നില്ല. പിന്നെയുള്ളത് സൂപ്പർ വൈറ്റ്. സൂപ്പർ വൈറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 260 റുപ്പീസ്. ഇതൊരു കലാത്തിയ. കലാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 260. 3-4 ഷൂട്ട്സ് ഉണ്ട് കേട്ടോ, അതാണ് ആ റേറ്റ്. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ്. ഈ പ്ലാന്റ് പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് വേണം വെയിലത്ത് നിർത്താം, കുഴപ്പമില്ല. വെയിലത്ത് നിർത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കളർ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെയിലില്ലാത്ത ഭാഗത്ത് നിർത്തുന്നതായിരിക്കും നല്ലത്. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്, നല്ല ഗ്രീനും യെല്ലോയും ഒക്കെ ചേർന്ന് വരുന്നത്. ഇത്രയും ഭംഗി തന്നെ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, അല്ലാതെ കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. 190 റുപ്പീസ്. ഇത് പീക്കോ കലാത്തി. പീക്കോ കലാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 290 റുപ്പീസ്. ഒരുപാട് ഷൂട്ട്സ് ഉണ്ട്. വീണ്ടും വീണ്ടും അത് തൈകൾ പൊട്ടി കിളിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുവാണ്. 290. ഇത് സൂപ്പർ വൈറ്റ് നേരത്തെ കാണിച്ചായിരുന്നല്ലോ, 260 റുപ്പീസ്. ഇത് ചെമ്പരത്തി. ചെമ്പരത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസ്. ആക്ച്വലി ഇത് നേരത്തെ പൂ പിടിച്ചതിൻ്റെ വീഡിയോ ആണ്, അതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഈ ചെടി ഇപ്പം നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ പൂവൊക്കെ എപ്പോഴേ കൊഴിഞ്ഞു പോയി.
അത് പോയി കേട്ടോ അതിൻ്റെ പാട്ടിന്. ഞാൻ പിന്നെ പഴയ വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇപ്പം ഈ ചെടി എങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു മൊട്ടുമായിട്ട് ഇത്രയും നന്നായിട്ട് നിൽപ്പുണ്ട്. ചിലപ്പോൾ നാളെ ഇത് വിരിയും. ഇന്നെടുത്ത വീഡിയോ ഇത്. പിന്നെ എല്ലാത്തിലും മൊട്ട് നിൽപ്പുണ്ട്. ഇതിൻ്റെ എല്ലാം പൂക്കൾ വിരിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കളർ ഏതാണെന്ന്. എനിക്ക് തോന്നുന്നു മിക്കത് യെല്ലോ ആണ്. യെല്ലോയിൽ വേറെ ഷെയ്ഡ് വരുന്ന അങ്ങനത്തെ ടൈപ്പാണ് എല്ലാം. എന്തായാലും പൂക്കൾ പിടിക്കട്ടെ. പൂക്കൾ പിടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇടാം കേട്ടോ, വിത്ത് മ്യൂസിക്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസ് എന്ന് പറയുന്നത് 90 റുപ്പീസാണ്. പിന്നെയുള്ളത് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസ്. റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ്. പിന്നെ നോർമലായിട്ടുള്ളതുമുണ്ട്, റിംഗ് ഓഫ് ഫയറും ഉണ്ട്. അതിൻ്റെ പേര് ഗോൾഡൻ സെറാറ്റോ എന്നും പറയും. അതിൻ്റെ പ്രൈസ് 250 റുപ്പീസ്. ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ വെരിഗേറ്റഡിനൊക്കെ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. വെരിഗേറ്റഡിനെല്ലാം പൊതുവെ നല്ല റേറ്റാണ്. സി പ്ലാന്റ് പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. 3-4 ഷൂട്ട്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡോർഫ് വെറൈറ്റി ഉണ്ട് കേട്ടോ. അതിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ നല്ലതാണ്. നല്ല പ്ലാസ്റ്റിക് ലീഫ് കണക്കിരിക്കും. പൊടിയൊക്കെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. വെള്ളമൊന്നും അങ്ങനെ എപ്പോഴും ഒഴിക്കേണ്ട കാര്യമില്ല. വല്ലപ്പോഴും കൂടി ഒന്ന് അതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം. അതിൻ്റെ പ്രൈസ് 190 റുപ്പീസ്. നിയോൺ പോത്തോസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് റബ്ബർ പ്ലാന്റ്, ഗ്രീൻ റബ്ബർ പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. ഇതും പീച്ച് ഗ്രീനൊക്കെ ചേർന്നത് 190 റുപ്പീസ്. പിന്നെ ബ്ലാക്കും ഉണ്ട്. അങ്ങനെ 3 കളറുണ്ട് റബ്ബർ പ്ലാന്റ്. ബ്ലാക്ക് എന്തിയേ, ബ്ലാക്ക് നല്ല കൊള്ളാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. കലാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. പിന്നെയുള്ളത് കാർഡിനൽ ടിക്കി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ കളറാണ്, ഗ്രീനും ഡാർക്ക് ഗ്രീനും യെല്ലോ കളറും ചേർന്നത്. ഇത് ലേഡീസ് കനകാംബരം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 റുപ്പീസ്. പിന്നെയുള്ളത് യുഫോർബിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് ലീഫി പ്ലാന്റ്. ഇത് പെൻഡാസ്. ഇതെല്ലാം ഞാൻ മിക്ക വീഡിയോസിലും കാണിക്കും. ഈ യുഫോർബിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നത്. 20 രൂപയല്ലേ ഉള്ളൂ, വാങ്ങിക്കോട്ട്. ഇത് 20 രൂപ. ഇത് അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. ഇത് അലോക്കേഷ്യ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്, 190 രൂപ. ഇത് മോൺസ്ട്ര വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസ്, 250. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിലുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയോ പ്ലാന്റ്സ് ഇനിയും കാണിക്കാനുണ്ട്. അതായത് വൈറ്റ് പ്രിൻസസ് ഉണ്ട്, പിങ്ക് പ്രിൻസസ് ഉണ്ട്, ബ്ലാക്ക് പ്രിൻസസ് ഉണ്ട്, ബ്ലാക്ക് കാർഡിനലുണ്ട്. ഇതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. എപ്പോഴും അങ്ങനെയാണ്. അത് വിട്ടു, ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വിട്ടു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ ചുവട്ടി ചെന്ന് തലയും ചോറ് നിൽക്കുമ്പോഴാണ് അയ്യോ ഇത് കാണിച്ചില്ലല്ലോ, ഇത് കാണിക്കണമെന്ന് വിചാരിച്ചാണല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പോട്ട്, എല്ലാം വിധിയുടെ വിളയാട്ടം അല്ലേ. പിന്നെന്താ, പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ മുംബൈയിൽ അയച്ചിട്ടുണ്ട്. അത് കിട്ടി കേട്ടോ, അത് നന്നായിട്ട് കിട്ടി. അതിൻ്റെ റിവ്യൂ കാണിച്ചു തരാവേ. പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. നമ്മൾ രാജസ്ഥാനിലോട്ട് പ്ലാൻസ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഇതുവരെയും കിട്ടിയില്ല. അതായത് ഇന്നലെ അവിടെ സാധനം എത്തിയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ കസ്റ്റമറിന് അവിടെ പോയി എടുക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലാതെയായിപ്പോയി. അവിടെ നിന്ന് ആരും അങ്ങോട്ട് കസ്റ്റമറിനെ വിളിച്ചതുമില്ല. അപ്പം നാളെ കിട്ടുമായിരിക്കും. അത് നാളെ അറിയാം അതിൻ്റെ റിസൾട്ട് എന്തുവാണ്. എൻ്റെ മാതാവേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അവരൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് പോകാൻ സമയമായി. എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സമയം മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഉടനെ ബൈ.